ഗൈസ്. അപ്പോൾ എന്താ പറയാ, ഒരുപാട് പേർക്ക് നമുക്ക് മിക്ക എല്ലാവർക്കും ഉള്ളൊരു കോമൺ ആയിട്ടുള്ള ഡൗട്ടും നമ്മൾ അല്ലെങ്കിലും ആരെങ്കിലും എനിക്ക് തോന്നുന്നു അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല ഗ്ലൂട്ടാത്തയോണിന് കേൾക്കാത്ത ആൾക്കാരൊന്നും അങ്ങനെ അധികമില്ല. ഒന്നില്ലെങ്കിൽ ഈ കുന്തം എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ഈ ഒരു വാക്ക് എവിടെങ്കിലും കേട്ടിട്ടുണ്ടാവും. കാരണം സെലിബ്രിറ്റീസ് ഒക്കെ വെളുക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലൂട്ടാത്തയോൺ ആണെന്നെങ്കിലും നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടാവും. അതെനിക്ക് നല്ല അറിയാം. പക്ഷെ ഈ സാധനം എന്താണെന്ന് നോക്കിയിട്ട് ശരിക്കുമുള്ള ഗുണം എന്താണെന്ന് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുമോ? വെളുക്കുന്ന സാധനമാണോ? ദേഹം മൊത്തം വെളുക്കോ? മുഖം മൊത്തം വെളുക്കോ? ഇതിന്റെ ഇഞ്ചക്ഷനുകൾ ദോഷം ചെയ്യാം? അങ്ങനെ ഒരുപാട് അധികം ഡൗട്ടുകളുണ്ട്. അപ്പോൾ പറഞ്ഞുതരാം. ഒരു കുറച്ച് നാളായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇടണം എന്ന് വിചാരിച്ചാണ്, ബട്ട് ഇപ്പോഴാണ് സമയമായത്. അത് വഴിയേ പറയാം എന്താണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറഞ്ഞൊരു, ഞാൻ ഹോസ്പിറ്റലിൽ പോയ എനിക്ക് വയ്യ കണ്ടോ, സൂചി കുത്തി അതുകൊണ്ട് ഞാൻ എനിക്ക് ഇതയ്ക്കണം. അപ്പൊ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മുടെ സ്കിന്നിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാനും നല്ല രീതിയിൽ സ്കിന്നിന്റെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ മെലനിൻ പ്രൊഡക്ഷനെ കുറയ്ക്കുന്നതുകൊണ്ടാണ് ഒരു വൈറ്റനിങ് അല്ലെങ്കിൽ വെളുക്കുന്ന എഫക്റ്റ് നമുക്ക് തോന്നുന്നത്. എന്നത് എന്താ പറയാ, ഒരു വൈറ്റനിങ് ഏജ് എന്നുള്ള രീതിയിൽ മാത്രം നമുക്ക് ഗ്ലൂട്ടാത്തയോൺ യൂസ് ചെയ്യരുത് എന്ന് ഞാൻ പറയുള്ളൂ. ഒരു ഇൻസ്റ്റന്റ് വൈറ്റനിങ് എഫക്റ്റ് കിട്ടും, അതൊരു പെർമനന്റ് ആണെന്ന് ഒരുപാട് പേര് ചോദിക്കും. പെർമനന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർമനന്റ് ആണ്, പക്ഷെ അല്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒരു പ്രോപ്പർ സ്കിൻ കെയർ, എക്സ്ട്രീം സൺ പ്രൊട്ടക്ഷൻ, ഇതൊക്കെ ഒരു നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിസൾട്ട് ഒരു പരിധി വരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. എന്നിരുന്നാലും നമുക്ക് എപ്പോഴും ആ ഒരു പ്രോപ്പർ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല രീതിയിൽ ഇത് കുറഞ്ഞു വരുന്ന ഒരു, വീണ്ടും അതിന്റെ ഒരു സാധനം ഡിക്രീസ് ചെയ്ത് വീണ്ടും ടാൻ അടിക്കും, വീണ്ടും ഡിക്രീസ് ചെയ്ത് വരും. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ട് വീണ്ടും എന്താ പറയാ, ഈ ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷനുകളൊക്കെ എടുക്കുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. വീണ്ടും 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 ഇതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന കാലാവധിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഇനി മെയിൻ ആയിട്ട് ഇതിനെ നമ്മൾ യൂസ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നൊരു ഘടകം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട് ഫേഡ് ചെയ്യും. ഹൈപ്പർ പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട് ഈ കുത്തുകളുണ്ടല്ലോ, ഹൈപ്പർ പിഗ്മെന്റേഷൻ നല്ല രീതിയിൽ അവിടെ ഇവിടേക്ക് ഇട്ട് കറുപ്പുകൾ വരിക. പിന്നെ ടാനിങ്, നല്ല വെയിലടിച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ ടാൻ ആവുമല്ലോ, ടാന്, ഹൈപ്പർ പിഗ്മെന്റേഷൻ, അൺഈവൻ സ്കിൻ ടോൺ, മുഖത്തിന്റെ പല ഭാഗത്തായിട്ട് പല കളറായിരിക്കും. അപ്പൊ ഇതെല്ലാം മാറ്റിയിട്ട് ഒരു ഈവൻ സ്കിൻ ടോൺ ആയിട്ട് മാറ്റാനും സ്കിന്ന് നല്ല രീതിയിൽ ഗ്ലോ ആക്കാനും ഒരു ഹെൽത്തി, മെയിൻ ആയിട്ടൊരു ഹെൽത്തി സ്കിൻ, ഹെൽത്തി ഇമ്മ്യൂൺ സിസ്റ്റം, ഓവറോൾ നമ്മളെ ഒന്ന് സൂപ്പർ ആക്കാൻ വേണ്ടി ഗ്ലൂട്ടാത്തയോൺ ഹെൽപ്പ് ചെയ്യും. എന്നാൽ ഗ്ലൂട്ടാത്തയോൺ നമ്മൾ എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ വെളുക്കണം എന്നുള്ള തോട്ട് കൊണ്ടോ അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സോ ഉണ്ട്, നെവർ ഡു ഇറ്റ്. അത് നല്ലതല്ല. ഓക്കെ, അപ്പൊ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഏതാണ് നല്ല ഗ്ലൂട്ടാത്തയോൺ സിറംസ്, ഏതാണ് നല്ല ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്സുകൾ. ഒരുപാട് നമ്മൾ എല്ലായിടത്തും, നമ്മൾ ആമസോണിലും ഇൻസ്റ്റയിലും എല്ലായിടത്തും ഈ സാധനം പല 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 ബ്രാൻഡിന്റെ ഉണ്ടായിരിക്കും. അപ്പം ഞാനും ഇതുവരെ യൂസ് ചെയ്തിട്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ട് സ്കിൻ കെയറിൽ യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു സിറംസ്, 2 സിറംസ് ആണ്. ഒന്ന് ഷീക്ക് ന്യൂട്രിക്സിൻ്റെതാ ഈ ഒരു ഔട്ട്ഷൈൻ എന്ന് പറഞ്ഞ സിറമാണ്. ഇതിനകത്ത് ഗ്ലൂട്ടാത്തയോണും നയാസിനമൈഡും ആൽഫ അഡ്ബുട്ടനും ഒക്കെ കൊണ്ട് നല്ല മാറ്റം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തന്നെ മിക്ക എല്ലാ വീഡിയോസിലും ഞാൻ ഈ ഒരു ഐറ്റം യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. തീരാറായിട്ടുണ്ട് കണ്ടോ, തീരാറായി. ബട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു, വർത്തായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്കിന്നിന് എന്താ പറയാ ഹെൽപ്പ് ചെയ്യാൻ ഈ സാധനം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ യൂസ് ചെയ്തത് പോൺസിന്റെ ഇതുപോലെ ഗ്ലൂട്ടാൻ നയാസിനമൈഡ് എന്ന് പറഞ്ഞ സിറമായിരുന്നു. അതും അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ എനിക്ക് ടാബ്ലറ്റ്സ് ഇതുപോലെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ലൈക്ക് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ശരിക്കും DMs ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്സിനെ പറ്റിയിട്ട്. അപ്പം ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്സ് ഇങ്ങനെ മേടിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഇതേ ഔട്ട്ഷൈൻ സിറമിന്റെ അതേ ബ്രാൻഡ് ഷീക്ക് ന്യൂട്രിക്സും നമുക്ക് ടാബ്ലറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരെന്നോട് ചോദിച്ചു ഇതിന്റെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ള ഒരു റിവ്യൂ ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ജെന്യുവൻ റിവ്യൂ ഞാൻ പറയത്തുള്ളൂ എന്നുള്ള സംഭവം. അപ്പൊ ഇതായിരുന്നു സാധനം. ഇത് സംഭവം ഞാൻ കാണിച്ചത് കണ്ടോ, ഇതാണ് നമ്മൾ സാധനം. നിങ്ങൾ മിക്ക എല്ലാവരും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് ഷീക്ക് ന്യൂട്രിക്സിന്റെ ഗ്ലോ 500 mg ഗ്ലൂട്ടാത്തയോൺ പ്ലസ് വിറ്റമിൻ C സ്കിൻ റേഡിയൻസ് ആൻഡ് ഗ്ലോ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ആണ്. ഇത് നമ്മൾ മറ്റേ ഗ്ലൂക്കോസ് മുട്ടായി ഇല്ലേ, മറ്റേ ഗ്ലൂക്കോസിന്റെ ടാബ്ലറ്റ് ഇല്ലേ കൊച്ചുള്ളവരില്ലേ പെട്ടിക്കകത്ത് കൊണ്ട് നടക്കുന്ന ആ ഒരു ടാബ്ലറ്റിന്റെ ഓർമ്മയാണ് എനിക്ക് കണ്ടപ്പോൾ വന്നത്. എന്താണെങ്കിലും ഈ സാധനത്തിനകത്തൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു. ഇത് സ്ട്രോബെറി ആൻഡ് ലെമൺ എന്ന് പറഞ്ഞൊരു ഫ്ലേവറാണ്. ഈ ഒരു സാധനത്തിനകത്ത് നമുക്ക് 20 ടാബ്ലറ്റ്സ് ഉണ്ട്. 20 ടാബ്ലറ്റ്സ് ഉണ്ട്. അപ്പൊ ഇത് ഞാനിപ്പോ യൂസ് ചെയ്തിട്ട് ഒരു 7 ദിവസമായി. കൃത്യം ഇന്നാണ് 7 ദിവസം തികയുന്നത്. അപ്പൊ 7 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് തോന്നി. ഇത്രയും ഉപയോഗിച്ചിട്ട് എനിക്ക് ഞാൻ ആദ്യമേ
എന്താ പറയാ, എനിക്ക് ഇടണ്ടാന്ന് തോന്നി. അത്യാവശ്യം ഞാൻ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു റിസൾട്ട് കണ്ടിട്ടേ നിങ്ങളോട് പറയണം എന്ന് തോന്നിയോണ്ടാണ് ഇപ്പൊ പറയുന്നത്. റിസൾട്ട് എനിക്കുണ്ട്. എന്നാൽ ഭയങ്കരമായ റിസൾട്ട് എനിക്കില്ല, കാരണം 7 ദിവസം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. കംപ്ലീറ്റ് ഈ ടാബ്ലറ്റ്സ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഈ 7 ദിവസം കൊണ്ട് ഒരു നോട്ടീസബിൾ റിസൾട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കാണിക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഇത്രയും നാളായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ അത്യാവശ്യം ഒരു ഫെയർ റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഒരു ജെന്യുവൻ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇപ്പം 7 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തത്. 7 ദിവസം ആയപ്പോഴേക്കും എനിക്ക് തോന്നിയ റിസൾട്ടുകൾ എന്തൊക്കെയാണ് ഞാൻ പറയാം. ഈ സാധനം എന്ന് പറയുമ്പോൾ ടാബ്ലറ്റ് ആണ്. നമ്മൾ 200 ml വെള്ളത്തിൽ ഇടുക, ഇങ്ങനെ പതയും ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ ഞാൻ കുടിച്ചിട്ടില്ല, അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇനി പതഞ്ഞ് എന്താ പറയാ വരും, ഒരു എന്താ പറയാ, ഒരു കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റാണ്. നമുക്കതിന് വൃത്തിയുടെ ടേസ്റ്റ് ഒന്നുമില്ല. കുടിക്കാം. അത് തണുത്ത വെള്ളത്തിലായിരുന്നു ഞാൻ കുടിച്ചോണ്ടിരുന്നത്. അത്യാവശ്യം നൈസ് സാധനവും. അപ്പം എന്താ പറയാ, എനിക്ക് നോട്ടീസബിൾ ആയിട്ടുള്ള ചേഞ്ച് തോന്നിയത് എനിക്ക് റീസെന്റ് ആയിട്ട് ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട്സ് ഉണ്ടായിരുന്നു. ആ ഒരു ബ്രേക്ക് ഔട്ട്സിന്റെ കുരു ഒന്നും മാറുന്നേ ഇല്ലായിരുന്നു. ഇതുപോലെ ആ കുരു മാറി, കണ്ടോ? കുരുവില്ല, ഇപ്പൊ ആ കുരുവിന്റെ പാട് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ പാട് നല്ല രീതിയിൽ ഫെയ്ഡായി. നിങ്ങൾ എന്റെ റീസെന്റ് ആയിട്ടുള്ള വീഡിയോയിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം, ഈ പാട് നല്ല രീതിയിൽ ഡാർക്കായിരുന്നു. ഡാർക്കായ പാടുകൾ നല്ല രീതിയിൽ ഫെയ്ഡ് ആയിട്ടുണ്ട്. അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താ പറയുക, ഈ പാട് ഡാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാം എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഡാർക്ക് സ്പോട്ടുകൾ ഫെയ്ഡ് ആവാൻ വേണ്ടി മാസങ്ങളെടുക്കും. അറിയാലോ, ഈ മാസങ്ങൾ എടുക്കുന്നതിനെ പറ്റി 7 ദിവസം കൊണ്ട് ഇത് ഫെയ്ഡായി തുടങ്ങി. അപ്പൊ അത് നോട്ടീസബിൾ റിസൾട്ട് തന്നെ. അതുപോലെ എൻ്റെ സ്കിന്നിനകത്തൊരു വിത്തിൻ ഗ്ലോ കിട്ടിയ പോലെ തോന്നി. എനിക്ക് പൊതുവെ നമ്മുടെ വിറ്റമിൻ സി സിറം അത്ര പിടിക്കാത്തൊരു സ്കിന്നാണ്. എന്നാലും ഇപ്പൊ പിടിച്ചു തുടങ്ങിയതാണ്. അതിന് മുന്നേ വരെ എനിക്ക് വിറ്റമിൻ സി സിറം പിടിക്കത്തില്ലായിരുന്നു. ഇതിനകത്ത് വിറ്റമിൻ സി സിറം ഉണ്ട്. ഇത് നമ്മുടെ ക്ലിനിക്കലി പ്രൂവൻ ജാപ്പനീസ് ഗ്ലൂട്ടാത്തൈൻ എന്നാണ് പറയുന്നത്. ജാപ്പനീസ് ഗ്ലൂട്ടാത്തൈൻ ഇത്തിരി സ്കിന്നിന് ഭയങ്കര നല്ലൊരു സാധനമാണ്. ഡാർക്ക് സ്പോട്ട് ഒക്കെ ഫെയ്ഡ് നമ്മൾ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഡാർക്ക് സ്പോട്ട് ഫെയ്ഡ് ചെയ്യാനും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ എനിക്കൊരു വിശ്വാസമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരുപാട് ആഡുകൾ കാണും, ഒരുപാട് ഇത് കാണും. എനിക്ക് അത്രയും ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളോട് പറയണം തോന്നിയുള്ളൂ. എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് തോന്നി. ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം ഞാൻ 7 ദിവസം ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം അതിൻ്റെതായ റിസൾട്ട് എന്തായാലും എനിക്കുണ്ട്. കാരണം ഇത്രയും പെട്ടെന്ന് റിസൾട്ട് നമുക്ക് കിട്ടാറില്ല. സേഫ് ആണെന്ന് വെച്ചാൽ സേഫ് ആണ്. എനിക്ക് ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കണ്ടോ, ഈ ഒരു സാധനം നല്ല രീതിയിൽ ഫെയ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ റിംഗ് ലൈറ്റിൽ കാണുമ്പോൾ എനിക്ക് ഇത്തിരി കൂടെ ഡാർക്കാണ്. ഞാൻ റിംഗ് ലൈറ്റ് മാറ്റിയിട്ട് നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ റിസൾട്ട് ചിലപ്പോൾ മനസ്സിലാവും. നല്ല രീതിയിൽ ഇപ്പോൾ ഞാൻ ഒരു പ്രോഡക്ട്സും ഇട്ടിട്ടില്ല. ഒരു പ്രോഡക്ട്സും സൺസ്ക്രീനോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് എന്താ പറയുക, ഫേസ് മിസ്റ്റ് മാത്രമേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സൺസ്ക്രീൻ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വയ്യാതെ ഞാൻ മുഖം കഴുകിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഈ സാധനം ഞാൻ ഇപ്പോൾ കുടിക്കാൻ പോകണം. എനിക്ക് നല്ലൊരു റിസൾട്ട് തോന്നുന്നുണ്ട് ഇതുകൊണ്ട്. അപ്പം എനിക്ക് വിശ്വസിച്ച് നിങ്ങളോട് പറയാൻ പറ്റിയ ബ്രാൻഡ് ഞാൻ ഉപയോഗിച്ചത് എനിക്ക് നിങ്ങളോട് വിശ്വസിച്ച് പറയാൻ പറ്റുള്ളൂ. ഇത് ഞാനിപ്പോൾ കാണിച്ചാൽ ഞാൻ അങ്ങനെ കുടിച്ച് നല്ല രീതിയിൽ കണ്ടോ, ഒരു വിത്തിൻ ഗ്ലോ, ഒരു ഷൈനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. 7 ഡേയ്സേ ആയിട്ടുള്ളൂ, 7 ദിവസമേ ആയിട്ടുള്ളൂ ഞാനിത് ഉപയോഗിച്ചിട്ട്. 7 ദിവസം കൊണ്ടുള്ള റിസൾട്ട് മാത്രമേ ഞാനിപ്പോൾ കാണിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു ഇത്രയും ടൈം പീരീഡ് ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ട് എനിക്ക് കിട്ടുമായിരിക്കും. അത് നിങ്ങൾക്ക് ഭാവിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും 7 ദിവസം കൊണ്ടുള്ള റിസൾട്ടാണ് ഇത്. ഈ സാധനം ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത് ഡെയിലി രാവിലത്തെ ഒരു ഫുഡിന് ശേഷം ഇതുപോലെ 200 ml വെള്ളത്തിൽ ഈ ടാബ്ലറ്റ് ഇടുക, ഇങ്ങനെ പതുങ്ങി വരും. അപ്പോഴാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, ഞാൻ ചാർജർ ഒന്ന് കുത്തിയോട്ടെ. ചാർജർ നമ്മൾ ഇത്രയും വെള്ളം ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ടാബ്ലറ്റ് ഞാൻ ഇടാം, നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് ഞാൻ ആ ടാബ്ലറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളത്. ഒരെണ്ണം പൊട്ടി സ്പെഷ്യൽ ഉണ്ടോ, ഇതാണ് നമ്മുടെ ടാബ്ലറ്റിൻ്റെ അവസ്ഥ. ഇത് നമ്മൾ കാണുമ്പോൾ മറ്റേ ഗ്ലൂക്കോസ് മുട്ടായിയുടെ കൂട്ടില്ലേ, ഗ്ലൂക്കോസ് ടാബ്ലറ്റ്സ് മാതിരി ഇല്ലേ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ എന്താണ് ഉദ്ദേശിച്ചെന്നുള്ള സാധനം ഉണ്ടോ. ഇതിപ്പോ ഒരു പിങ്ക് കളറായിട്ട് വരും. ഭയങ്കര സാറ്റിസ്ഫൈങ് ആട്ടോ.
ഇതൊന്ന് കംപ്ലീറ്റ് ഒന്ന് പുകയട്ടെ. ഞാൻ എപ്പോഴും നടക്കാൻ ഒന്ന് ഫുള്ളായിട്ട്. ഇങ്ങനെയാണ് ഞാൻ ആ സാധനം കുടിക്കാൻ തുടങ്ങിയത്. അപ്പൊ നിങ്ങൾക്ക് സേഫ് ആയിട്ടൊരു ഗ്ലൂട്ടാത്തയോൺ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം യൂസ് ചെയ്താൽ മതി. കാരണം എനിക്ക് അത്യാവശ്യം ഞാൻ എൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം സേഫ് ആണ് എന്ന് ഫീൽ ചെയ്തത് ഇത് മാത്രമാണ്. വേറെ ഒന്നും ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടില്ല. ബട്ട് ഇത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ടും തോന്നി, അതുപോലെ സേഫ് ആണ് ഇൻഗ്രീഡിയൻസ്. അതുകൊണ്ട് വേറെ ഗ്ലൂട്ടാത്തയോൺ ഒന്നും ഞാൻ ട്രൈ ചെയ്യാൻ പറയില്ല. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ടാബ്ലറ്റ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, സിറംസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നീ ഷീറ്റ് ന്യൂട്രിക്സിന്റെ സിറം യൂസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയാ നമ്മുടെ പോൺസിന്റെ ആ ഒരു സിറം യൂസ് ചെയ്യാം. ഭയങ്കര നന്നായിട്ടുണ്ടാവും. എന്നാലും ഈ ഷീറ്റ് ന്യൂട്രിക്സിന്റെ ഇത്തിരി കൂടി ഭയങ്കര എഫക്റ്റീവ്. പിന്നെ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറം ആദ്യമേ യൂസ് ചെയ്യേണ്ട. ഒരു മാസം ഒരു സ്കിൻ കെയർ ഒക്കെ തുടങ്ങി 1 മാസത്തിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, 1 മിനിറ്റ്, നമ്മളെ ഒരു കോൾ തന്നതാണ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സിറം. നമ്മൾ ആഴ്ചയിൽ ഒരു എന്താ പറയാ 1 മാസം സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇത് യൂസ് ചെയ്ത് തുടങ്ങാം. നമുക്കൊരു എന്താ പറയാ ഡെയിലി ഞാൻ യൂസ് ചെയ്യാൻ പറയില്ല, വീക്ക്ലി ഒരു 3 തവണ ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടും. സാധനം ഫുള്ളി മെൽറ്റ് ആയിട്ടുണ്ട്. നല്ല പിങ്ക് കളറാണ്. ഇത് അനീതിയുടെ ബോട്ടിൽ കാണിച്ചു മാറ്റാം. ബട്ട് ഇതാണ് നമ്മുടെ സംഭവം. ഞാൻ ഇങ്ങനെയാണ് കുറിച്ച് ഞാനിപ്പം ഐസ് ഇടാൻ മറന്നുപോയി. എനിക്ക് ഇതിലൂടെ ഐസ് ഉള്ളത് വെച്ച് നമുക്കൊരു എന്താ പറയാ ഒരു എനർജി ഡ്രിങ്ക് ഒക്കെ കുടിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതേപോലെയുള്ളവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടായികയൊന്നുമില്ല. എന്തായാലും സ്കിന്നിന് നല്ലതിന് വേണ്ടിയിട്ടല്ലേ. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ വൈറ്റനിങ് എന്നൊരു സാധനം വെച്ചിട്ട് ഇത് ട്രൈ ചെയ്യരുത്. വൈറ്റനിങ്ങിനല്ല, നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ഒരു ഗ്ലോ കിട്ടാൻ, നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കും. കാരണം എനിക്ക് നല്ല രീതിയിൽ ഇടയ്ക്ക് ബ്രേക്ക് ഔട്ടൊക്കെ വന്നിട്ടും ഞാൻ ഇടയ്ക്ക് ചൊറിഞ്ഞു. 2-3 ജീവികൾ ഇവിടെ നിന്ന് എൻ്റെ മുഖത്തും കടിച്ചിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറി. ഈ ഒരു സാധനം ഫെയ്ഡ് ആയാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ കാത്തിരുന്നതായിരുന്നു ഒന്ന് ഫെയ്ഡ് ആവാൻ വേണ്ടിയിട്ട്. ഫെയ്ഡ് ആയപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പൊ അതും ആ ഒരു സന്തോഷത്തിലും കൂടെ ഞാൻ ഇന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നാണെങ്കിൽ ജന്മത്തിൽ ഞാൻ കാണിക്കത്തില്ലായിരുന്നു. പക്ഷെ അത് കൊള്ളാം, നല്ലതാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡിന്റെ മേടിക്കുന്നതായിരിക്കും ഇത്തിരി നല്ലത്. പിന്നെ ഇത് നമുക്ക് ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. അത് എനിക്ക് ഈ ഒരു കോഡും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് 10% ഓഫ് കിട്ടും. അപ്പൊ നിങ്ങൾ ഇത്തിരി ലാഭിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10% ഓഫറും കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്രയും ലാഭമാണ്. കാരണം ഈ സാധനത്തിന് പല ബ്രാൻഡുകളും നല്ല റേറ്റാണ്. ഗ്ലൂട്ടാത്തയോൺ അത്രയും റേറ്റ് ഉണ്ട്. അപ്പം കോഡ് യൂസ് ചെയ്യാം, അത്രയും റേറ്റ് കുറഞ്ഞു കിട്ടും. പിന്നെ ഈ സാധനം വെർത്താണ്. സോ ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും ഒരു 1 വീക്കും കൂടെ കഴിഞ്ഞിട്ട് ഇടാം. അതായത് ഫുൾ ഈ ടാബ്ലറ്റ്സ് ഫുൾ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നിങ്ങൾക്ക് അപ്പം കാണും. ഡിഫറൻസ് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ആ അവസാനത്തെ ഡെയിലി ഞാൻ ഫോട്ടോയും കൂടെ വെച്ച് കാണിച്ചു തരാം. അപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ബൈ.